ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് പ്രപഞ്ചം നൽകാൻ പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് പ്രപഞ്ചം നൽകാൻ പോകുന്നത്? എന്ത് മാറ്റമാണ് നൽകാൻ പോകുന്നത്? ഓക്കെ, ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചം നൽകാൻ പോകുന്ന മാറ്റം എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 2, 5, 1, 3, 7, 11, 2 ആവർത്തിച്ചു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? എന്തുകൊണ്ടാണ് 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ കോൺഫ്ലിക്റ്റിലായിരുന്ന അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു കരം ഇറങ്ങുകയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം വ്യക്തികൾ, ഒരാളൊന്നുമല്ല ഒന്നിലധികം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിന് ചൊല്ലിയായിരിക്കാം. ഓക്കെ, ആ ഒരു പ്രശ്നങ്ങൾക്ക് നടുവിൽ പ്രപഞ്ചം നിങ്ങൾ ചേർത്ത് വയ്ക്കാൻ പോകുന്നതായി കാണുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി വരുന്നത്? ഇവിടെ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നു. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തുന്നതായി കാണുന്നു. ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരുമല്ലാതെ ചില വ്യക്തികളുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലോ ചില സ്ഥാപനങ്ങളിലോ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയം വരുന്നു, നിങ്ങളുടെ സെലിബ്രേഷൻ വരുന്നു. ഓക്കെ, സാമ്പത്തിക ഗ്രോത്താണ്. 6 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക ഗ്രോത്താണ് നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങളുടെ റിലേഷനിലെ സക്സസ് ആണ് വന്നിരിക്കുന്നത്. വീനസ് ആണ്, ശുക്രൻ്റെ ഒരു അനുഗ്രഹമാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. സണ്ണും വന്നിരിക്കുന്നു, ശുക്രനും സണ്ണും കൂടിയാണ് ചേർന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കണം, എന്തുകൊണ്ടാണ് 3 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ സ്നേഹമോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായി കാണുന്നു. വിദേശത്ത് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി സംബന്ധമായിട്ടോ നിങ്ങൾ ഏതെങ്കിലും എക്സാം എഴുതി നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പരാജയ ഭയത്തിൽ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു. എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായി കാണുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായി ഇവിടെ കാണുന്നു. സാമ്പത്തിക ഗ്രോത്താണ് നിങ്ങളെ തേടിയെത്തുന്നത്. ശനിദോഷം നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ലോസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ശനി നിങ്ങൾക്ക് നെഗറ്റീവ് വേയിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം ജോലി ചെയ്തെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് നിങ്ങൾക്ക് വരില്ല. ഓക്കെ, അപ്പോൾ അതിനെല്ലാം ഇവിടെ പ്രപഞ്ചം ഒരു മാറ്റം കൊണ്ടുവരികയാണ്. കേതു നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് സ്പിരിച്വലായിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള വഴി ഓപ്പൺ ആകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഈ സമ്പത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഒരു ഓഫറാണ് വരുന്നത്. ഓക്കെ,
നിങ്ങളെ എവിടെയാണോ പുറത്താക്കിയിരുന്നത് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്. ഏത് സ്ഥാപനത്തിൽ നിന്നാണ് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നത് ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ട്. ഒരു വിവാഹ ഓഫർ വരുന്നുണ്ട്. ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഓഫർ വരുന്നുണ്ട്. റിലേഷൻ ബേസിൽ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു കോൾ മെസ്സേജ് വരുന്നതായി കാണുന്നു. ഓക്കെ, 2 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വിദേശ യാത്രയെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നു. ടവറിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തോ ഒന്ന് അവസാനിച്ചിരിക്കുന്നു. ആ അവസാനിച്ചിരിക്കുന്നിടത്ത് നിന്ന് മറ്റൊരു വേയിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു. ടവർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു മാറ്റമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു മാറ്റം യൂണിവേഴ്സ് നിങ്ങൾക്ക് വരുത്തിയിരിക്കുന്നു. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തുപരമായിട്ടും നിങ്ങൾക്കൊരു മാറ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മാറ്റമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിന്നിരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നതായി കാണുന്നു. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നതായി കാണുന്നു. ഓക്കെ, ദ മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സാമ്പത്തികപരമായി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നതായി കാണുന്നു. ഓക്കെ, അതിനെല്ലാത്തിനും ഇവിടെ അവസാനമായിരിക്കും. നിങ്ങൾക്ക് ജോലി വന്നു ചേരാൻ പോകുന്നു. നിങ്ങളെ അപമാനിച്ച് മാറ്റി നിർത്തിയിരുന്ന സ്ഥലത്ത് നിങ്ങളെ മാനിച്ച് നിങ്ങൾക്ക് റെസ്പെക്റ്റ് തന്ന് നിങ്ങളെ നിലനിർത്തുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു ചേരുന്നു. നിങ്ങളുടെ സമയം ഇനി മുന്നോട്ട് നല്ല ഒരു സ്ട്രെങ്ത് വരികയാണ്. ഓക്കെ, എല്ലാവരും മുമ്പിലും നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ യാചിച്ച് നിന്നിട്ടുണ്ടായിരിക്കും. ആ യാചനയൊക്കെ മാറിയിട്ട് വായ്പ വാങ്ങുവാനല്ല കൊടുക്കുവാനുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ വരുത്താൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ സമയം, ഇപ്പോഴുള്ള സമയം ഏത് ദിശയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ സമയം ഇപ്പോൾ ഏത് ദിശയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക, അഫർമേഷൻ ചെയ്തെടുക്കുക. ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. ഓക്കെ, നെഗറ്റീവ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റിക്കളയുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ട് പോകുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്നു. മിസ്റ്ററിയാണ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകുന്നില്ല. നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ആൻസൈറ്റിയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബാലൻസ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടും നിങ്ങൾ ഒരുപാട് സ്ട്രെങ്ത് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നം ഇവിടെ ഒരുപാട് വന്നിരിക്കുന്നതായി കാണുന്നു. 6 വീനസ് ആണ്. നിങ്ങളുടെ റിലേഷൻ പരമായിട്ട്, നിങ്ങളുടെ ലവ് റിലേഷൻ അല്ലെങ്കിൽ ഫാമിലി റിലേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, 9 നമ്പറാണ്. ഓവർ തിങ്കിങ് ഒരുപാടുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ലവ് റിലേഷൻ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലെ ഐക്യം, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ പാഷൻ, നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള പാഷനെ ചൊല്ലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. നിങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്നതായിട്ടുള്ള വ്യക്തി നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടതായി വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകേണ്ടതായി വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, മുന്നോട്ട് എന്താണെന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ, അനങ്ങാൻ വയ്യാത്ത സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രഗിളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ഉടൻ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുക.
ഓക്കെ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ന്യൂമറോളജി ബേസിലും അതുപോലെ തന്നെ കുട്ടികളുടെ പഠിത്തങ്ങൾ അഥവാ കുട്ടികൾക്ക് പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് എത്ര മനസ്സിലാകുന്നില്ല, ന്യൂമറോളജി ബേസിലും നമുക്കത് നോക്കി അവരുടെ പേരിലോ നമ്പർ ചാർട്ടിലോ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് അതിനുള്ള റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനും മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകുന്നതിനും അവരുടെ ജീവിതത്തിൽ ലൈഫ് തിരഞ്ഞെടുക്കുന്നതിനും ഏത് ജോലി തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ട്ണർ ഏത് നമ്പറിലുള്ള വ്യക്തികളുമായിട്ടാണ് നമുക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുക, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എനിമി നമ്പറിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു 3-4 വർഷം നല്ല രീതിയിൽ പോകും, അതിനുശേഷം നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിവാഹം കഴിക്കുന്ന വ്യക്തികളുടെ നമ്പർ നമ്മളുമായിട്ട് ചേരുമോ ഇല്ലയോ എന്ന് നോക്കുക. അഥവാ വിവാഹം കഴിച്ചു പോയ വ്യക്തികളാണെങ്കിൽ അതിനുള്ള റെമഡീസ് കണ്ടെത്തി ആ റെമഡീസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിൽ സ്ട്രെങ്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഒരറിയിപ്പുള്ളത്, നിങ്ങൾ ടാരോ റീഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ ബാച്ച് ജൂൺ മാസം 6-ാം തീയതി ആരംഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക.